LK അഡ്വാനിക്ക് ഭാരതരത്ന. പ്രധാനമന്ത്രി ഈ വിവരം അറിയിച്ചത് എക്സിലൂടെയാണ്. രാജ്യവികസനത്തിന് നൽകിയ സംഭാവനകൾ മുൻനിർത്തിയാണ് ഭാരതരത്ന സമ്മാനിക്കുന്നത്. ഇങ്ങനെയാണ് പ്രധാനമന്ത്രിയുടെ ഒഫീഷ്യൽ ട്വിറ്റർ പേജിൽ, എക്സ് പേജിൽ കാണുന്നത്. ഐ എം വെരി ഹാപ്പി ടു ഷെയർ ദാറ്റ് ശ്രീ LK അഡ്വാനി ജി വിൽ ബി കൺഫേർഡ് ദ ഭാരതരത്ന. I also spoke to him and congratulated him on being conferred this honor. One of the most respected statesmen of our times, his contribution to the development of India is monumental. He is a life that started from working at the grassroots to serving the nation as our deputy prime minister. He distinguished himself as a home minister and INB minister as well. His parliamentary interventions have always been exemplary, full of rich insights. പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിരിക്കുന്നു, BJPയുടെ മുതിർന്ന നേതാവ് LK അഡ്വാനിക്ക് ഭാരതരത്ന നൽകിയ രാജ്യം ആദരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു എന്നും അദ്ദേഹത്തിന് അഭിനന്ദനം അറിയിച്ചു എന്നുമാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കാലത്തെ ഏറ്റവും ബഹുമാന്യനായ രാഷ്ട്രീയ പൊതുപ്രവർത്തകൻ, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ വിലപ്പെട്ടതാണ്, രാജ്യം വിലമതിക്കുന്നതാണ് എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം താഴേക്കിടയിലുള്ള ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഉപപ്രധാനമന്ത്രി എന്ന നിലയിൽ, അതോടൊപ്പം തന്നെ വിവിധ മന്ത്രാലയങ്ങളുടെ ചുമതല വഹിച്ച മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ ഇടപെടലുകളും ഒക്കെ അദ്ദേഹത്തിന് സ്തുത്യർഹമായ രാഷ്ട്രീയ പ്രവർത്തനമായി പരിഗണിക്കേണ്ടതാണ് എന്ന് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചിട്ടുണ്ട്. LK അഡ്വാനിക്ക് ഭാരതരത്ന സമ്മാനിക്കുകയാണ്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. RK, പ്രധാനമന്ത്രി അദ്ദേഹം എക്സിലൂടെ അറിയിച്ചിരിക്കുന്നു LK അഡ്വാനിക്ക് ഭാരതരത്ന രാജ്യം സമ്മാനിക്കുന്നു എന്ന വിവരം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, ഇതില് രാഷ്ട്രീയമുണ്ട്, സാമൂഹ്യമായിട്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകൾ ഉണ്ട്. അദ്ദേഹം ഉപപ്രധാനമന്ത്രി എന്ന രീതിയിൽ, ഏഴാം ഉപപ്രധാനമന്ത്രി എന്ന രീതിയിൽ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ ഒക്കെ പരിഗണിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാനായി സാധിക്കുന്നത്. LK അദ്വാനിക്ക് അദ്ദേഹത്തിന് ഭാരതരത്ന നൽകി ആദരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് BJPയെ സംബന്ധിച്ച് അവരുടെ സംഘപരിവാർ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയതിന് തൊട്ടു പിന്നാലെ LK അദ്വാനി ആദരിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാടാണ് ഈ RSS അടക്കമുള്ള സംഘടനകൾ സ്വീകരിച്ചിരുന്നത്. കാരണം ഈ രാമക്ഷേത്രത്തിന് കാരണമായിട്ടുള്ള രഥയാത്ര മുതലുള്ള എല്ലാ വിധത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കും മുന്നിൽ നിന്ന് നയിച്ചത് LK അദ്വാനിയാണ്. പല ഘട്ടങ്ങളിൽ ഈ സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉൾപ്പെടെ ഈ രാമക്ഷേത്രം എത്രത്തോളം പ്രാധാന്യപ്പെട്ട ഒരു അജണ്ടയായിരുന്നു തങ്ങൾക്ക് എന്ന് വിശദീകരിക്കുന്നതാണ് BJP. ഈ മൂന്ന് പ്രധാന അജണ്ടകളാണല്ലോ BJPയെ സംബന്ധിച്ച് അവരുടെ ദേശീയ തലത്തിൽ അതിന്റെ ഒരു പ്രത്യയശാസ്ത്രപരമായിട്ട് ഉണ്ടായിരുന്നത്. അതിലൊന്ന് 370, രണ്ടാമത്തത് ഈ രാമക്ഷേത്ര നിർമ്മാണം, മൂന്നാമത്തത് ഏക സിവിൽ കോഡ്. ഈ മൂന്ന് അജണ്ടകളും രൂപപ്പെടുത്തുന്നതിലും രണ്ടംഗങ്ങളുള്ള പാർട്ടിയെ രാജ്യത്തിന്റെ ഭരണത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തതിൽ LK അദ്വാനി വഹിച്ച പങ്ക്, അത് ഈ സംഘപരിവാർ നേതൃത്വത്തിൽ, BJP നേതൃത്വത്തിൽ ഒക്കെ വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞത് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്ന് നേരത്തെ RK റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. നമുക്കറിയാം, ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രിയായ കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകുകയും കഴിഞ്ഞ 10 വർഷം ഈ സർക്കാർ മുന്നോട്ട് പോയത് കർപ്പൂരി താക്കൂറിന്റെ ആശയ അടിത്തറയിൽ ഊന്നിക്കൊണ്ടാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ബീഹാറിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം കർപ്പൂരി താക്കൂറിന് ഭാരതരത്ന നൽകാനുള്ള ഈ സർക്കാരിന്റെ തീരുമാനത്തെ കാണാൻ എന്ന ചില നിരീക്ഷണങ്ങൾ അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് പ്രധാനമന്ത്രിയാണല്ലോ ഭാരതരത്ന നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും ആ പട്ടിക നൽകുന്നതും. ഇപ്പോൾ LK അഡ്വാനിക്ക് ഭാരതരത്ന നൽകുന്നതിലൂടെ നേരത്തെ RK പറഞ്ഞതുപോലെ രാമക്ഷേത്ര നിർമ്മാണത്തിന് തൊട്ടു പിന്നാലെ രഥയാത്രയിലൂടെ ഇതിന് തുടക്കമിട്ട അഡ്വാനി ആദരിക്കപ്പെടുന്നു എന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിൽ ഏറ്റവും സവിശേഷമായ ഒരു രാഷ്ട്രീയ ഇടപെടലായി കാണേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് ഗോപി. അതിനുള്ള ഒരു കാരണം നമുക്ക് 2013 മുതലുള്ള ഒരു രാഷ്ട്രീയം എടുത്ത് പരിശോധിച്ചാൽ വളരെ വ്യക്തമാകും. സ്വാഭാവികമായിട്ടും അന്ന് വരെ ഉണ്ടായിരുന്ന ഒരു നേതൃത്വത്തിൽ നിന്ന് ഉള്ള ഒരു മാറ്റം, ഒരുപക്ഷെ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു എങ്കിലും ഈ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് അദ്ദേഹം വരുന്നത് ഒരുപക്ഷെ LK അദ്വാനി അടക്കമുള്ളവർക്ക് അവരുടെ അന്ന് വരെ പ്രവർത്തിച്ചു വന്ന ആ ഒരു നേതൃതലം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആയിരുന്നു. ഒരുപക്ഷെ അടുത്ത സർക്കാർ രൂപീകരിക്കാനായി സാധിച്ചു
സാധിച്ചാൽ പാർട്ടിക്ക് പ്രധാനമന്ത്രി എന്ന രീതിയിൽ LK അദ്വാനി പരിഗണിക്കപ്പെടും എന്ന ഒരു ഘട്ടത്തിലാണ് പുതിയ സമവാക്യം BJP-യിൽ ഉണ്ടാകുന്നത്. ആ ഘട്ടത്തിൽ ഒരുപക്ഷെ നരേന്ദ്രമോദി നേരിട്ട് മത്സരിച്ചത് LK അദ്വാനി അടക്കമുള്ള പഴയ നിരയോടുകൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരികയും ചെയ്യും. നമുക്കറിയാം യശ്വന്ത് സിൻഹ അടക്കമുള്ളവർ പിന്നീട് ഇതൊക്കെയായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഏതായാലും 10 വർഷം സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ അടിത്തറ, ഈ സർക്കാർ രൂപീകരണം അഥവാ കൂടുതൽ സീറ്റുകളൊക്കെ നേടാനായിട്ട് മോദി പ്രഭയിലാണ് സാധിച്ചതെങ്കിൽ ഈ പാർട്ടിയുടെ അടിത്തറയുള്ളത് LK അദ്വാനി, വാജ്പേയി, മുരളി മനോഹർ ജോഷി എന്നിവർ ഇട്ട ശിലയിലാണ് എന്ന ഒരു ധാരണ ഈ പാർട്ടിയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ആ മുതിർന്ന നേതാക്കന്മാരെ പാർട്ടി വളരെ വലിയ രീതിയിൽ അംഗീകരിച്ചു, ബഹുമാനിച്ചു എന്നുള്ളത് ഈ ഭരണം ഒഴിയാൻ രണ്ടാം തവണ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യത്തിൽ BJP-യെ സംബന്ധിച്ച് ഏറ്റവും വലുതാണ്. രാഷ്ട്രീയമായിട്ട് അവർക്ക് മാത്രമല്ല പല സന്ദർഭങ്ങളിലും ഇപ്പോൾ LK അഡ്വാനിയും മുരളി മനോഹർ ജോഷിയെയും പോലെയുള്ള മുൻകാല നേതാക്കന്മാർ BJP-ക്കകത്ത് ഈ പുതിയ നേതൃനിരയുടെ ഉദ്ഭവത്തോടുകൂടി അസ്തമിച്ചു പോയി, അവരെ തഴയുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പാർട്ടിക്കകത്തുണ്ടായിരുന്നു. രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുമ്പോൾ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ അഡ്വാനി വരാതിരുന്നതിന് ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞെങ്കിലും അതല്ല യഥാർത്ഥ കാരണം, അതിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധമുണ്ട്, ക്ഷണിക്കപ്പെട്ടില്ല വേണ്ട രീതിയിൽ എന്നൊക്കെയുള്ള വിമർശനങ്ങളും അഭ്യൂഹങ്ങളും ഓരോ ഭാഗത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം വിമർശനങ്ങളെ ആകെ നിഷ്പ്രഭമാക്കുന്നതാണോ ഈ രാജ്യത്തെ ഏറ്റവും പരമോന്നതം സിവിലിയൻ ബഹുമതി നൽകുന്നതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നുണ്ടാവുക? തീർച്ചയായിട്ടും ആണ് ഗോപി. അതില് ഗോപി ചൂണ്ടിക്കാട്ടിയ കർപ്പൂരി താക്കൂറിന്റെ കാര്യം ഒരു ഭാഗത്ത്, രണ്ടാമത്തത് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരും അതിന് നൽകുന്ന പട്ടേലിന് നൽകുന്ന ഒരു മനുഷ്യന് നൽകുന്ന പ്രാധാന്യവും മറ്റൊരു വശത്തും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ രണ്ടു പേർക്കും നൽകുന്ന പ്രാധാന്യത്തെക്കാൾ കൂടുതൽ BJP-ക്ക് അല്ലെങ്കിൽ അതിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറയ്ക്ക് കൂടുതൽ സംഭാവനകൾ നൽകിയ LK അദ്വാനിക്ക് ഉണ്ട് എന്ന് വാദിക്കുന്ന വലിയൊരു വിഭാഗം BJP-യിലും പ്രത്യേകിച്ച് RSS-ലും ഉണ്ട്. അവരാണ് ഈ വിധത്തിലുള്ള ഒരു നിലപാടിലേക്ക് സർക്കാരിനെ നയിച്ചത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില ഘട്ടങ്ങളിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ എന്ന് പറയാവുന്ന തർക്കങ്ങൾ, പ്രത്യേകിച്ച് അവിടേക്ക് LK അദ്വാനി വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഈ ട്രസ്റ്റിന്റെ ചുമതല വഹിക്കുന്ന ചമ്പത് റായ് അടക്കമുള്ളവർ പ്രകടിപ്പിച്ച അഭിപ്രായം, അവർ ഈ ആരോഗ്യ മോശമായ സാഹചര്യത്തിൽ അങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായ ആഭ്യന്തരമായിട്ടുള്ള സമ്മർദ്ദം അത് എത്ര വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് നേതാക്കന്മാരിൽ നിന്ന് സംസാരിക്കുമ്പോൾ മനസ്സിലാകും. അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഏതാണ്ട് 100 കണക്കിന് ഫോണുകളിലാണ് വിമർശന രൂപേണ ഈ BJP നേതൃത്വത്തിന്റെ പക്കലേക്ക് അതുമായി ബന്ധപ്പെട്ട് എത്തിയത്. പരസ്യമായിട്ട് മാപ്പ് പറയണം ചമ്പത് റായ് എന്ന അഭിപ്രായം പോലും പല കോണുകളിൽ നിന്നും പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമുള്ളവർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം സംഘടനയ്ക്കുള്ളിൽ ഉണ്ടായി എന്നും നമുക്ക് പല നേതാക്കന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് നേരിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കാനും അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് പ്രത്യേക വിമാനമടക്കം തയ്യാറാക്കാനും ഉള്ള തീരുമാനം ഒക്കെ ഉണ്ടായത്. പക്ഷേ അദ്ദേഹത്തിന് അവിടേക്ക് വരാനായിട്ട് സാധിച്ചില്ല. ആരോഗ്യപരമായിട്ടുള്ള കാരണമാണ് അവസാന ഘട്ടത്തിൽ ആർ രാധാകൃഷ്ണനാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യയുടെ മുൻ ഉപപ്രധാനമന്ത്രി, BJP-യുടെ മുതിർന്ന നേതാവ് LK അഡ്വാനിക്ക് ഭാരതരത്ന സമ്മാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രധാനമന്ത്രി എക്സിലൂടെയാണ് ഈ വിവരം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭാരതരത്ന നൽകിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും പരമോന്നതമായ സിവിലിയൻ ബഹുമതിയാണ് ഭാരതരത്ന. LK അഡ്വാനിക്ക് തൊട്ടു മുൻപ് ബീഹാറിന്റെ മുൻ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിനാണ് രാജ്യം ഭാരതരത്ന നൽകി ആദരിച്ചത്. ഇപ്പോൾ LK അഡ്വാനിക്ക് ഭാരതരത്ന നൽകാനുള്ള തീരുമാനം പ്രധാനമന്ത്രി എക്സിലൂടെ പുറത്തറിയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ അഡ്വാനിയെ അദ്ദേഹം വിളിച്ച് അഭിനന്ദനം അറിയിച്ചു എന്ന വിവരവും പ്രധാനമന്ത്രി കുറിക്കുന്നുണ്ട്.